അറിയേണ്ടുന്ന കാര്യമാണ്. ഭർതൃപീഡനം അനുഭവിക്കുന്ന ഏതൊരു വ്യക്തി അറിയേണ്ടുന്ന കാര്യമാണ്. അത് വളരെ കഷ്ടപ്പെട്ട ജീവിതമാണ്. ഷാർജയിലും ആത്മഹത്യ ചെയ്ത അതുല്യയും വിഭജികയും ഈ രണ്ടുപേരുടെ ഭർത്തൃ വീട്ടുകാരും സ്വൈരം കൊടുക്കാതെ വീട്ടുകാരെ അമ്മയപ്പന്മാർ, യുവതികളുടെ അമ്മയപ്പന്മാർ ഭവനത്തിലേക്ക് തിരികെ വിളിക്കും. അല്ലെങ്കിൽ ഭവനത്തിൽ വന്നിട്ട് തിരികെ പോകുമ്പോൾ പറയും, മോളെ അവൻ്റെ കൂടെ പോകരുത്, അവൻ നിന്നെ ഉപദ്രവിക്കാൻ പോയത്, ഇവിടെ കഴിഞ്ഞോ എന്ന് പറയും. അവർ കഴിയില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവരിവിടെ കഴിയുമ്പോൾ അവർക്ക് ഇവിടെ അതിനേക്കാൾ മാനസിക പീഡനമാണ്. നിൻ്റെ ചിലവ് ഞങ്ങളല്ലേ നോക്കുന്നത്, നിൻ്റെ കുട്ടികളുടെ ചിലവ് ഞങ്ങളല്ലേ നോക്കുന്നത്. ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുന്നതിന് പോലും കണക്ക് വിലപേശുന്ന അമ്മയപ്പന്മാരുണ്ട് ഈ ലോകത്ത്. അത് കാരണം കൊണ്ടാണ് ഈ പെൺമക്കൾ എല്ലാം ആത്മഹത്യ ചെയ്യണം. ഭർതൃപീഡനം സഹിച്ച് അവിടെ കഴിയുന്നത്. ഇതിപ്പം പുറത്തറിഞ്ഞ് ആത്മഹത്യ ചെയ്ത് ഏതെല്ലാം വീടുകളിലുള്ള മക്കളെ കല്യാണം കഴിച്ചു കൊടുത്ത് അവർ ഭർതൃപീഡനം അനുഭവിച്ച് സഹിച്ച് അവിടെ കഴിയുന്നു. അവരുടെ ജീവിതം വഴിമുട്ടി അവർ പുറത്തറിയിക്കാതെ മാനസിക വെല്ലുവിളി നേരിട്ട് അവർ ജീവിക്കുന്നുണ്ട്. അവരുടെ കുട്ടികൾക്ക് വേണ്ടുന്ന ആഹാരങ്ങളും വേണ്ടുന്ന വസ്ത്രങ്ങളും ഇല്ലാതെ അവർ മുറുകെ പിടിച്ച് പുറത്തറിയിക്കാതെ, അഭിമാനം കരുതി പുറത്തറിയിക്കാതെ ജീവിക്കുന്നു. തിരികെ വന്ന് അമ്മയപ്പന്മാരെ വീട്ടിൽ വന്ന് അമ്മയപ്പന്മാരോ കൂടപ്പിറവി സഹോദരങ്ങളോ ആരും നോക്കത്തില്ല. സഹോദരങ്ങളായാലും ശരി, സഹോദരന്മാർ കല്യാണം കഴിച്ചുകൊണ്ട പെണ്ണുങ്ങളായ അവരുടെ സ്ത്രീകളായാലും ഭാര്യമാർ ജീവിത പങ്കാളിയായാലും ശരി, അവർ നോക്കത്തില്ല. അവരെ അടിച്ചിറക്കാനേ നോക്കുകയുള്ളൂ. അതുകൊണ്ട് അത് ഒരു വിധത്തിൽ ശരിയാവാത്ത രീതിയാണ്. കല്യാണം കഴിച്ച് ഇത്രയും സ്ത്രീധനം കൊടുത്തയച്ചിട്ട് നിൻ്റെ ചിലവും കുട്ടികളുടെ ചിലവും ഞങ്ങൾ അന്വേഷിക്കണം എന്നുള്ളൊരു ചോദ്യം അവിടെ നിലവിൽ വരുന്നുണ്ട്. അത് കാരണം അത് മാത്രമല്ല, കല്യാണം കഴിച്ച് കൊടുക്കുമ്പോൾ ചിലപ്പോൾ സ്ത്രീധനം കുറഞ്ഞ്, ആഭരണം കുറഞ്ഞ്, വസ്തു കൊടുക്കാമെന്ന് പറയുന്നത് കൊടുത്തില്ല. ഇങ്ങനെയുള്ള കാരണത്താലും തിരികെ ഭവനങ്ങളിൽ വളർന്നു വരുന്ന അമ്മയപ്പന്മാർ തിരികെ കൊടുക്കുന്നതുമില്ല. നിന്നെ ഒരു പ്രാവശ്യം കല്യാണം കഴിച്ച് കൊടുത്തു, ഇനി ഞങ്ങൾ കല്യാണം കഴിച്ച് കൊടുക്കാം, നീ ഇവിടെ കിടന്നോ, നീ പോയി വല്ല ജോലിയും ചെയ്ത് ജീവിച്ച് നിൻ്റെ മക്കളെ പോറ്റ് എന്ന് പറയുന്നതല്ലാതെ കഷ്ടപ്പെടുത്തുന്ന ആ മാനസിക പീഡനം അനുഭവിക്കാൻ വയ്യാതെ ഭർത്തൃ വീട്ടിൽ സ്വൈരം ആത്മാഭിമാനം കൊണ്ട് പുറത്തറിയിക്കാതെ സഹിച്ച് കടിച്ച് പിടിച്ച് കടിച്ചു തൂങ്ങിയാണ് ഭർത്താവിൻ്റെ വീട്ടിൽ കഴിയുന്നത്. ഇതൊരു വല്ലാത്ത ജീവിത രീതിയായി ഈ പെൺമക്കളെ കല്യാണം കഴിച്ച് കൊടുക്കുന്നിടം. ഈ വെള്ളോടിക്കാരനാണെന്ന് അറിഞ്ഞിട്ടും മദ്യപാനെന്ന് അറിഞ്ഞിട്ടും കൂടെ അവൻ്റെ കൂടെ കല്യാണം കഴിച്ച് കൊടുക്കുന്ന ആ അമ്മയുണ്ടല്ലോ, അവരാണ് രാജ്യദ്രോഹി. അവരാണ് മകളെ ചതിക്കാൻ വേണ്ടി ചെയ്തത്. അവർ എങ്ങനെയെങ്കിലും മകളെ കൊണ്ടുവന്ന് ചതിക്കുടിയിലിട്ട് അവരെ ഭാരം ഒഴിപ്പിച്ച് വെച്ച് തിരിച്ച് ആ അമ്മയുടെ അടുത്ത് ആ മകൾ വരുമോ, വന്ന് ജീവിക്കും. എങ്ങനെയായിരിക്കും അവർ നേരിടുന്നത് ആ അമ്മ സൗരാളി. ഇപ്പം ആൾക്കാരും ജനങ്ങളും കാണാൻ വേണ്ടി കരച്ചിലും വിളിച്ചിലും വീഴിച്ചിലും, അയ്യോ എൻ്റെ മകൾ മരിച്ച് ആത്മഹത്യ ചെയ്ത്, എൻ്റെ കുട്ടിയെയും കൊലപ്പെടുത്തി മരിച്ചത്. കുട്ടിയെ ഉപേക്ഷിച്ചിട്ട് ഒരമ്മമാരും മരിക്കത്തില്ല. എന്തെന്ന് വെച്ചാൽ കുട്ടികളെ ഇനി രണ്ടാനമ്മ വന്ന് കുത്തും, പിന്നെ ചൂട് വെച്ചും ചട്ടുകം വെച്ച് പൊള്ളിച്ചും അടിച്ചു പൊട്ടിച്ചും പിന്നെ ആ കുട്ടികളെ ഈ കാലത്ത് ഈ ലോകത്ത് കിടന്ന് കഷ്ടപ്പെടും. അതൊരു ദുരിത കേസാണ്. അതുകൊണ്ട് അതിനേക്കാളും മക്കളെയും കൊന്നിട്ട്, മക്കൾ കഷ്ടപ്പെടാതിരിക്കാൻ മക്കളെയും കൊന്നിട്ടാണ് അമ്മമാർ ചെയ്യണത്. ഇതിനത്രയും ഉത്തരവാദികൾ ഈ യുവതികളുടെ വീട്ടുകാർ തന്നെയാണ്. ഭർത്തൃ വീട്ടുകാരുടെ നല്ലതാണോ നോക്കിയാലും ഇല്ലെങ്കിലും ആ കുടുംബത്തിൽ ഒരു കഷ്ടപ്പെടുന്ന അറിഞ്ഞാൽ ഭർത്തൃ വീട്ടുകാരെ നമ്മൾ കേസിൽ കുടുക്കിയാലും ഭർത്തൃ വീട്ട് പരുന്തിൻ്റെ മീതെ പണം ഉണ്ടെങ്കിൽ പരുന്തും പറക്കും, പണത്തിന്മീതെ പരുന്ത് പറക്കും. അങ്ങനെയാണ് ഈ വിവഞ്ചിയേര കുടുംബാംഗങ്ങൾ ഭർത്തൃ വീട്ടുകാർ ചെയ്യുന്നത്. വിവഞ്ചിക മരണപ്പെട്ടു. ഇത് കാലമൊന്നും മാറിയിട്ടില്ല. ഇതുപോലെ അമർത്തിപ്പിടിച്ച് എത്ര കുടുംബാംഗങ്ങൾ ജീവിക്കുന്നു, എത്ര യുവതികൾ ഭർത്തൃ വീട്ടിൽ പീഡനം അനുഭവിച്ചും ആഹാരമില്ലാതെയും കുട്ടികൾക്ക് വസ്ത്രമില്ലാതെയും ഒരു റൂം അടച്ചുറപ്പില്ലാതെയും എത്ര എടുത്ത് കഴിയുന്നതായിരിക്കും. ഇതാരെങ്കിലും അറിയുന്നുണ്ടോ? ഇതാരും അറിയുന്നില്ല. ഇതെല്ലാം ഉത്തരവാദിത്തോട്ട് ചെയ്യേണ്ടത് ആ കല്യാണം കഴിച്ച് കൊടുക്കുന്ന യുവതിയുടെ അമ്മയും സഹോദരങ്ങളും അമ്മയപ്പന്മാർ തന്നെയാണ് അറിയേണ്ടത്. അവർ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം. ഭർത്തൃ വീട്ടുകാരെ നിയമത്തിൻ്റെ മുമ്പിൽ ആ യുവതികൾ ജീവിച്ചിരുന്ന് അനുഭവിക്കുന്ന ആ വേദനയെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് രണ്ടിൽ തീരുമാനം ഉണ്ടാക്കി അത് ഈ ലോകത്ത് നിന്ന് അത് ഈ സ്ത്രീധന പീഡനം ഭർത്തൃപീഡനം എല്ലാം തുടച്ച് നീക്കണം. അതിന് ഒരുമ്പെട്ടാൽ മാത്രമേ, അല്ലാതെ അവർ ആത്മഹത്യ ചെയ്ത യുവതികൾ കരഞ്ഞ് പിഴിഞ്ഞ് ജീവിച്ച് സഹിക്കാൻ വയ്യാതെ പട്ടിണിയിലും ദാരിദ്ര്യത്തിലും കഴിഞ്ഞ് കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ബുക്കും ബാഗും പെൻസിലും പോലും വാങ്ങാൻ നിവർത്തിയില്ലാതെ